മലയിറക്കലും വെള്ളകെട്ട് ചടങ്ങും കഴിഞ്ഞ ശേഷമാണ് വെള്ളമുത്തപ്പന്റെ പുറപ്പാട്. മുഖത്തും ശരീരത്തിലും വെളുത്ത നിറമാണ് ഈ മുത്തപ്പന്. മഞ്ഞൾപ്പൊടിയുടെ അംശം ഒട്ടുമുണ്ടാകില്ല. അതുകൊണ്ടാണ് വെള്ളമുത്തപ്പനെന്ന വിളിപ്പേര്. വളരെ നാടകീയവും രസകരവുമാണ് അന്തിത്തറ എന്ന ഈ ചടങ്ങ്. നായാട്ടുമായി ബന്ധപ്പെട്ട ചില കഥകൾ ഉൾപ്പെടെ വാദ്യക്കാരുമായുള്ള നാടകീയമായ സംഭാഷണങ്ങളും മറ്റുമാണ് ഈ അനുഷ്ഠാനത്തിൽ മുഖ്യം. നായാടിക്കെട്ടിയ ചില മൃഗങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ വില്ലുകൊണ്ട് നിലത്ത് ചിത്രം വരച്ചു കാണിക്കും മുത്തപ്പൻ. ചിലപ്പോൾ ആംഗ്യഭാഷ മാത്രം. കൂടെയുള്ളവർ അതിന്റെ രസകരമായ വ്യാഖ്യാനം നടത്തും. ചിലപ്പോൾ മുത്തപ്പനെ കളിയാക്കും. ദേഷ്യം വരുന്ന മുത്തപ്പൻ അവരോട് വഴക്കിടും. അങ്ങനെ ഓരോരോ പറച്ചിലുകൾക്കു ശേഷം വാദ്യത്തോടൊപ്പമുള്ള മുത്തപ്പന്റെ ചുവടുവെപ്പുകളും അതീവ രസകരമാണ്. കണ്ണൂർ ജില്ലയുടെ കിഴക്കൻ മലയോര പ്രദേശങ്ങളിലാണ് വെള്ളമുത്തപ്പനെ അധികവും കെട്ടിയാടുന്നത്. അതായത് പ്രാട്ടറ അഥവാ പ്രയാറ്റുകര സ്വരൂപത്തിനും ചുഴലി സ്വരൂപത്തിനും പരിധിയിലുള്ള മലയോര മേഖലയിലെ ആദിവാസി സമൂഹമായ കരിമ്പാലർ ഉൾപ്പെടെയുള്ള ജനതയാണ് ഈ അപൂർവമായ മുത്തപ്പൻ ആരാധന നടത്തുന്നത്. അന്തിത്തിറ എന്നും കളത്തിൽ തിറ എന്നുമൊക്കെ പല പേരുകളിൽ ഈ പ്രദേശങ്ങളിൽ മുത്തപ്പാനുഷ്ഠാനം അറിയപ്പെടുന്നു. പൂർവികാരാധനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു വടക്കൻ കേരളത്തിലെ മുത്തപ്പൻ ആരാധനയുടെ അടിവേര്. മുത്തപ്പന്മാർ അഞ്ചെന്നാണ് ചൊല്ല്. പുരളിമല മുത്തപ്പൻ അഥവാ തിരുവപ്പന, പിന്നെ നമ്പല മുത്തപ്പൻ, പുതിയ മുത്തപ്പൻ, പുറങ്കാല മുത്തപ്പൻ, നാടുവാഴി മുത്തപ്പൻ എന്നിങ്ങനെ 5 മുത്തപ്പന്മാർ. വടക്കൻ കേരളത്തിലെ മടപ്പുരകളിലും പൊടിക്കടങ്ങളിലുമൊക്കെയായി ഇവരിൽ പലരെയും കെട്ടിയാടിക്കപ്പെടുന്നു.